എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മൺഡേ വീഡിയോ ഇടാന്ന് പറയണ്ടായിരുന്നു, ഒരു അൺബോക്സിങ് വീഡിയോ. അതിൻ്റെ സാധനം വന്നില്ല. അത് മൺഡേ വരുന്നു വിചാരിച്ചു, അന്ന് വന്നില്ല. ഇന്ന് വരുന്നു വിചാരിച്ചു, ഇന്നും വന്നില്ല. ഇന്നിപ്പോൾ വൈകുന്നേരമായി, ഇന്ന് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ വീഡിയോ ഇടാൻ വേണ്ടിട്ട് ഒന്നും ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ വിചാരിച്ചു ഒരു വ്ളോഗിങ് വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ഡെയിലി ഇപ്പോൾ ജിമ്മിന് പോകണ്ട് ഞാൻ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇടാന്ന് വെച്ചു, ജിമ്മിന് പോകണ ഒരു വീഡിയോ ഇടാന്ന് വെച്ചു, വ്ളോഗിങ് പോലെ. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ ജിമ്മിന് പോകാൻ പോണ്. ഞാൻ ആ കയ്യിൽ ഒരു കുപ്പി വെള്ളം പിടിക്കണുള്ളൂ, വേറെ ഒന്നുമില്ല. സാധാരണ എൻ്റെ കൂടെ അനിയൻ ഉണ്ടാവാറുണ്ട്. ഇന്ന് പക്ഷേ അനിയനില്ല, കാരണം അവൻ്റെ എക്സാമിനായിട്ട് അവൻ കൊച്ചിക്ക് പോയിക്കാണ്. അപ്പോൾ അവനില്ല, ഒറ്റയ്ക്കാണ് പോണത്. അതിൻ്റെ കുപ്പി വണ്ടിയുടെ സൈഡിലുള്ള ഹോളിൽ വെച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇറങ്ങാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ദൂരം ഉണ്ടാവും ജിമ്മിക്ക്. തളിക്കുളത്താണ് എൻ്റെ വീട്, എടശ്ശേരി ഭാഗത്താണ്. അപ്പോൾ ഇവിടുന്ന് 1.5 കിലോമീറ്റർ ഉണ്ടാവും ഉള്ളിലേക്കായിട്ടാണ് ജിമ്മ് കിടക്കുന്നത്. എൻ്റെ കൂടെ ഒരു 3 ഫ്രണ്ട്സും കൂടി ഉണ്ട്. അവർ നേരത്തെ പോയിന്ന്, ഞാൻ ലേറ്റായി. ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്ന്. പിന്നെ ഞാൻ ജിമ്മിന് പോകാൻ തുടങ്ങിയിട്ട് വെറും 2 മാസം ആയിട്ടുള്ളൂ. അങ്ങനെ ജിമ്മിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മേലെയാണ് ജിമ്മ്, അപ്പോൾ അവിടേക്ക് പോവാം. പിന്നെ ഞങ്ങളുടെ ജിമ്മിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂടുതലും പുതിയ ആൾക്കാരാണ്. എന്ന് വെച്ചാൽ പുതിയതായിട്ട് ജിമ്മിന് ജോയിൻ ചെയ്യുന്ന ആൾക്കാരില്ലേ, അങ്ങനെ വലിയ ബോഡിയുള്ള മസിൽസ് ഉള്ള ആൾക്കാരൊക്കെ കുറവാണ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരാണ് കൂടുതൽ. പിന്നെ അത്ര വലിയ റേറ്റുള്ള ജിമ്മല്ല, വളരെ റേറ്റ് കുറവാണ്. ഞങ്ങൾക്കിപ്പോൾ ഒരു 600 രൂപയാണ് മാസം വരുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങളുള്ളൂ. AC അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഇതാണ് ഞങ്ങളുടെ ജിമ്മ്, മെയിൻ ഏരിയാസൊക്കെ, ഞങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന സ്ഥലമൊക്കെ. ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഈ നൈറ്റ് നേരം ആകുമ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യം തിരക്ക് വരാറുണ്ട്. കുറച്ച് കഴിയുമ്പോൾ കുറയും. അപ്പോൾ ഇതാണ് ഞങ്ങളിവിടുത്തെ പിള്ളേരൊക്കെ. എൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാം. 69-80. അത്യാവശ്യത്തിന് തിരക്കുണ്ട്. വന്ന ഉടനെ എക്സസൈസാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ശ്വാസം വലിച്ചു കൊണ്ട പരിപാടിയാണ്. അപ്പോൾ അതാണ് ആദ്യം ഫസ്റ്റ് ചെയ്യണേ. പിന്നെ എല്ലാ ആൾക്കാരെ പോലെ എക്സസൈസ് ചെയ്യാൻ കുറച്ച് മടിയാണ്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ചെയ്തിട്ടില്ല, കുറച്ച് ചെയ്തിട്ടുള്ളൂ. പിന്നെ നിർത്തി. ഞങ്ങൾക്ക് ഓരോ ദിവസം ഓരോ മസിൽസിനായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇന്ന് പുഷപ്പിന് എടുക്കേണ്ട ആവശ്യമില്ല, പക്ഷേ വേറെ എക്സസൈസ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് പുഷപ്പ് എടുക്കുന്നത്. ഇന്നാണെങ്കിൽ ഷോൾഡറിനും ബാക്ക് മസിൽസിനാണ് എടുക്കണത്. അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റ് പുള്ളപ്പ് എടുക്കണം. അപ്പോൾ നമ്മൾ പുള്ളപ്പ് എടുക്കാൻ കയറിയിരിക്കുകയാണ്. ഈ മെഷീനാണെങ്കിൽ നമുക്ക് വെയിറ്റിനനുസരിച്ചിട്ട് എടുക്കാം. വെയിറ്റ് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ നമുക്ക് സുഖമായിട്ട് എടുക്കാം. ഈ കൈ കൂപ്പി നിൽക്കുന്നവനും അവിടെ കമ്പി വളയ്ക്കുന്നവനുമാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഒരുത്തനും കൂടി ഉണ്ട്, അവൻ വന്നിട്ടില്ല. അവൻ വയറുവേന തലവേന എന്ന് പറഞ്ഞിട്ട് വല്ലപ്പോഴും വരുള്ളൂ. അതങ്ങനെ ഒരുത്തൻ. ഇവൻ്റെ കഴിഞ്ഞിട്ട് വേണം ഇനി ബാക്കിയുള്ളവർക്ക് അടിക്കണം. അതിനായിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആണ്. പിന്നെ 2 പേരും മുഖം പൊത്തിയിരിക്കുന്നുണ്ട് ക്യാമറനെ മേടിച്ചിട്ട്. നോക്കി, ഇനി നമുക്ക് ജിമ്മിലത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. Posisi. Talagang okay. Mata. Madi. Mana? Ni vitte. Adiya. Adikara. Arattake pona. Ngata. Apo ngata. Ni vitto. Alli veradonde.
ഇപ്പോൾ ജിമ്മിൽ ആൾക്കാർ കുറഞ്ഞു തുടങ്ങി. ഇനിയിപ്പോൾ 9 മണി കഴിഞ്ഞാൽ അങ്ങനെ തിരക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത്ര നേരം തട്ടിമുട്ടി നിന്നിട്ട് ഇനിയിപ്പോൾ മരണ അടിയായിരിക്കും എൻ്റെ ഫ്രണ്ട്സ്. അഭിപ്രായം എൻ്റെ ചാനലിനെ കുറിച്ച്? നിനക്കെന്താ അഭിപ്രായം എൻ്റെ ചാനലിനെ കുറിച്ച്? നല്ല വല്ലതും പറയണ. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇന്നത്തെ എല്ലാവരും ഇറങ്ങാണ്. എടാ ഹായ് പറഞ്ഞടാ. ഹലോ. അത് എല്ലാരും പോവാണ്. ഇത് കാണുമ്പോൾ വിചാരിക്കും നിങ്ങൾ ഇതെന്തിങ്ങനെ കുറേ ഷൂസൊക്കെ ഇരിക്കണേന്ന്. അപ്പോൾ ഇത് ആൾക്കാർ നാളേക്ക് വന്നിടാൻ വേണ്ടി വെച്ചതായിരിക്കും കുറച്ച് ഷൂസ്. ചിലത് മുന്നേ ഇവിടെ വന്ന് വർക്ക് ചെയ്ത് പോയ ആൾക്കാർ മറന്നു വെച്ചിട്ട് പിന്നെ ഇവിടെ കുറേ നാളായിട്ട് ഇരിക്കണമായിരിക്കും. അപ്പം അങ്ങനെ ഇരിക്കണുണ്ടാവും. അങ്ങനെ പോവാണ് ഗൈസ്. എൻ്റെ വണ്ടി ഈ സ്കൂട്ടി കേട്ടോ, അതല്ല. ഈ കാണുന്ന ഞങ്ങളിവിടുത്തെ ടർഫാട്ടാ, ലെജൻഡ്സ് അരീന. കളി നടക്കുന്നുണ്ട് അവിടെ. അങ്ങനെ വീട്ടിലെത്തിയിട്ടാ. ഇനിയിപ്പോൾ വേറെ പണിയൊന്നുമില്ല. ഇനി കുളിക്കുക, ഫുഡ് കഴിക്കുക, അത്ര തന്നെ. അങ്ങനെ ഫസ്റ്റത്തെ വ്ളോഗിങ് വീഡിയോ ഇങ്ങനെ കഴിഞ്ഞു. അത് മര്യാദയ്ക്കൊന്നും ആയിട്ടില്ല എന്ന് എനിക്ക് നന്നായി അറിയാം. ഇങ്ങനെയൊന്നും എല്ലാ വ്ളോഗിങ് ചെയ്യണം, നന്നായി സംസാരിക്കണം, കുറച്ചും കൂടി ഇതായിട്ട് നിൽക്കണം എന്നൊക്കെ അറിയാം. നമ്മൾ കുറച്ച് പരിമിതികളും ഫസ്റ്റ് ടൈം ആയതുകൊണ്ടും കുറച്ച് ഇതുണ്ട്. ഞാൻ ഇനി നന്നാക്കാൻ ശ്രമിക്കുക അടുത്ത വീഡിയോസായിട്ട്. പിന്നെ ഞാൻ ഓർഡർ ചെയ്ത സാധനം വന്നിട്ടില്ല. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോസൊക്കെ. അതെന്താണെന്ന് അറിയണമെങ്കിൽ അത് വരണം. അപ്പോൾ അത് വരണം. അപ്പോൾ അടുത്ത വീഡിയോ വരും എന്തായാലും. അപ്പോൾ ഞാൻ അത് വന്നാലും വന്നില്ലെങ്കിലും അടുത്ത വീഡിയോ എന്തായാലും വരും. അപ്പോൾ അടുത്ത വീഡിയോ വരണമെങ്കിൽ ബൈ.